എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ വിവാഹങ്ങൾ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്നതാണ്. ഒരു 10 സാരിയെങ്കിലും മാറി വിവിധ ആഭരണങ്ങൾ അണിഞ്ഞ് വളരെയധികം ആർഭാടങ്ങളാണ് ഇന്നത്തെ പല വിവാഹത്തിലും നിറഞ്ഞു നിൽക്കുന്നത്. വിവാഹ ചടങ്ങുകളിൽ കുറച്ച് വർഷങ്ങൾക്കിടയിൽ വന്ന മാറ്റം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ പൊങ്ങച്ചം കാണിക്കുന്ന നോർത്ത് ഇന്ത്യൻ കല്യാണങ്ങളെ അതേപടി കോപ്പിയടിച്ചിരിക്കുകയാണിപ്പോൾ മലയാളികളും. ഇല്ലാത്ത ചടങ്ങുകൾ ഒന്നും തന്നെയില്ല. ഒന്നുകിൽ അപ്പൻ്റെയോ അമ്മയുടെയോ പണം ധൂർത്തടിച്ച് കളയുന്നു, അതല്ലെങ്കിൽ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പണം ധൂർത്തടിച്ച് കളയുന്നു. രണ്ടു തന്നെയായിരുന്നാലും നഷ്ടം അവർക്കാണെന്ന് അവർ പോലും തിരിച്ചറിയുന്നില്ല. ഈ അടുത്തിടെ നടന്ന എല്ലാ സെലിബ്രിറ്റി കല്യാണങ്ങളും അത്യാഡംബരം നിറഞ്ഞ കല്യാണങ്ങളായിരുന്നു. ലക്ഷങ്ങളും കോടികളും പൊടിച്ച് വില കൂടിയ വസ്ത്രങ്ങളും വിരുന്നും വാഹനവും സ്വർണവുമൊക്കെ ആയിട്ട് പല താരങ്ങളും അത്യാഡംബരപൂർവ്വമാണ് തങ്ങളുടെ വിവാഹങ്ങൾ നടത്തുന്നത്. എന്നാൽ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരിക്കുകയാണ് യുവനടൻ ആൻസൺ പോൾ. 36-കാരനായ താരത്തിൻ്റേത് രജിസ്റ്റർ വിവാഹമായിരുന്നു. ആളും ആരവുമില്ലാതെ അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ഒരു തുളസിമാല പരസ്പരം അണിയിച്ച കേക്കിൽ നിന്ന് മധുരവും നുകർന്ന വിവാഹ ചടങ്ങ് ആൻസൺ പൂർത്തിയാക്കി. തിരുവല്ല സ്വദേശി നിധി ആനാണ് ആൻസണിൻ്റെ വധു. തൃപ്പൂണിത്തുറ രജിസ്റ്റർ ഓഫീസിൽ വെച്ചായിരുന്നു വിവാഹ ചടങ്ങ് നടന്നത്. പേസ്റ്റൽ ഗ്രീൻ നിറത്തിലുള്ള ഷർട്ടും കസവുമുണ്ടുമായിരുന്നു ആൻസണിൻ്റെ വേഷം. ഓഫ് വൈറ്റ് നിറത്തിലുള്ള സാരിയായിരുന്നു വധു നിധിയുടെ വേഷം. ഒരു തരി പൊന്നുപോലും നിധി അണിഞ്ഞിരുന്നില്ല. ചടങ്ങിനായി പ്രത്യേകമായി മേക്ക് ഓവർ വധു നടത്തിയിട്ടുമില്ല. ഇരുവരും തുളസിമാല പരസ്പരം അണിയിച്ചതോടെയാണ് ചടങ്ങ് ആരംഭിച്ചത്. ശേഷം വിവാഹം രജിസ്റ്റർ ചെയ്തു. പിന്നീട് സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ ഒരു കേക്ക് മുറിച്ച് പരസ്പരം മധുരം കഴിച്ചു. അത്യാഡംബരപൂർവ്വം വിവാഹം നടത്താൻ ശേഷി ഉണ്ടായിരുന്നിട്ടും കാട്ടിക്കൂട്ടലുകളൊന്നും തന്നെയില്ലാതെ വളരെ സിമ്പിളായിട്ടാണ് ഇവർ വിവാഹം നടത്തിയത്. ഇതിനാൽ നിധിയെയും ആൻസണെയും പ്രശംസിച്ചുകൊണ്ടാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ നിറയുന്നത്. സംരംഭകയാണ് നിധി. UK-യിൽ സെറ്റിലായിരുന്ന നിധി ബിസിനസ് ആരംഭിച്ച ശേഷം ഇപ്പോൾ കേരളത്തിൽ തന്നെയാണ്. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ സ്വർണം വാരിയണിഞ്ഞ് കെട്ടുകാഴ്ചയായിട്ട് നിൽക്കാതെ ഇതേപോലെയുള്ള വിവാഹങ്ങൾ കഴിക്കുകയാണ് ചെയ്യേണ്ടത്. അത് കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ ഒരു മാതൃകയായിത്തീരും. കുടുംബത്തെ സഹായിക്കുന്നതിനോടൊപ്പം പാവപ്പെട്ടവരായ പെൺകുട്ടികൾക്ക് ഒരു മാതൃകയാക്കാനും ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും. പെൺകുട്ടികളുടെ വിവാഹം നടത്തി അവസാനം നാട്ടിൽ നിന്ന് തന്നെ ഒളിച്ചോടി പോകേണ്ട അവസ്ഥകൾ വന്നിട്ടുള്ള ഒരുപാട് മാതാപിതാക്കന്മാർ